You are watching TV Next. നമ്മുടെ സീരിയൽ ആക്ട്രസ് കൃഷ്ണ തുളസി നമ്മുടെ ഒപ്പം ഉണ്ട്. മാഡം, ഇന്ന് നമ്മുടെ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഒരു അവാർഡ് വാങ്ങുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് ആകുമ്പോൾ സന്തോഷം കുറച്ചുകൂടി ഇരട്ടിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്ന പുതിയ വർക്കുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുന്ദരി സൂര്യ TV, കുടുംബശ്രീ ശാരദ സി കേരളം, ഇപ്പൊ പുതിയതായിട്ട് അബിയുടെ വീട് ജാനകിയുടെയും ഏഷ്യാനെറ്റ്. നമ്മുടെ സജിൻലാൽ സാറിന്റെ നേതൃത്വത്തിലുള്ള സത്യജിത് റേ സൊസൈറ്റിയാണ് നടക്കുന്നത്. ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളെ അറിയാമായിരിക്കും, എങ്ങനെ നോക്കിക്കാണുന്നു? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ വർഷങ്ങളായിട്ട് അവര് ഇങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ പോലുള്ള കലാകാരന്മാരെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നു, വളരെ ഊർജ്ജം നമുക്ക് കൂടി തരുന്നു. വളരെ നന്ദി മാഡം. ഇനിയും വിവരങ്ങളെ തരുന്ന ആശംസിക്കുന്നു. താങ്ക് യു. ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയ വൈഗ കെ സജീവ് ഉണ്ട്. നമുക്ക് പുള്ളിക്കാരോട് ചോദിക്കാം. ഇന്ന് നമ്മുടെ ഈ സത്യജിത് റേ ഫിലിം അവാർഡ് ഫംഗ്ഷൻ നടക്കുകയാണ്. ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അതും സത്യജിത് റേയുടെ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അംഗീകാരമാണല്ലോ. അതുപോലെ തന്നെ ഡയറക്ടർ രാഹുൽ ശശിധരനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ആ ടീമിനോടും. ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിമിന് 75 മീതെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ നമ്മുടെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ്. ഇവിടെ നമുക്ക് ഷീലാമ്മ ഉണ്ട്. നമ്മളൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ വളരെ ആരാധനയോടെ, അല്ലെ, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തും അങ്ങനെ ആയിരിക്കും തോന്നുന്നു, കണ്ടിരുന്ന ഒരു ആക്ട്രസ് ആണ്. ഒപ്പം നമ്മുടെ എവർഗ്രീൻ ശങ്കർ സാറുണ്ട്. ഇവരുടെയൊക്കെ കൂടെ വന്ന് ഈ ഒരു അവാർഡ് വാങ്ങുമ്പോൾ ഈ ഒരു നിമിഷം എത്രത്തോളം അഭിമാനമുണ്ട്? തീർച്ചയായും ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്നത് ഈ മൊമെന്റിലാണ്. അവരെ നേരിട്ട് കാണാൻ, അവരെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, ഇത്രയും ലെജൻസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ അവനെ നേരിട്ട് കാണുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള, അതായത് അച്ഛൻ്റെ അമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയൊക്കെ സപ്പോർട്ട് എത്രത്തോളം? അച്ഛനമ്മയാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ട്. ആരൊക്കെ എതിര് പറഞ്ഞാലും അവർക്ക് ഈ ലോകത്തുള്ള എല്ലാ കോൺഫിഡൻസും എന്നെ എന്തായാലും ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ലക്കായിട്ട് ഞാൻ കാണുന്നത്. സാറ്, മോളുടെ ഈ ഒരു നേട്ടത്തെ എങ്ങനെ നോക്കിക്കാണും? മോൾക്ക് ഇപ്പോൾ 4 വർഷം മുന്നേ ഇതേ വേദിയിൽ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് മേടിച്ചത് മോളാണ്. ഇപ്പോൾ അത് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി. അത് ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. ഒരേ വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അഭിനയം എന്നതിനേക്കാൾ ഉപരി അവൾ നൃത്ത പെർഫോമൻസുകളിലാണ് കൂടുതൽ. കുച്ചിപ്പുടി, കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം എന്ന് എല്ലാ കലാരൂപങ്ങളിലും പെർഫോം ചെയ്യുന്നതാണ് അവൾ. പിന്നെ അവളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ പഠിപ്പ് എന്നതിനോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടി വളർത്തുക എന്നുള്ളത് അതിൽ വളരെയധികം പാരൻസ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിവുള്ള കുട്ടികളെ കഴിവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ കഴിവ് ചെറുപ്പത്തൊട്ട് കാണുന്നതാണ് നമ്മൾ. അപ്പോൾ അത് പരിപോഷിപ്പിക്കാൻ എത്രത്തോളം എഫർട്ട് എടുക്കുന്നു? അത് നല്ലൊരു എഫേർട്ടാണ് അത്. കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്. അതിൻ്റെ ഇടയിൽ മകളുടെ പഠനവും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടുപോകാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു. കുട്ടികളുടെ ആഗ്രഹവും അവരുടെ കഴിവും കാണുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതാണ് നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു പബ്ലിക് അവയർനെസ് എന്നുള്ള രീതിയിൽ ട്രാഫിക് അതിൻ്റെ അവയർനെസ് ശുഭയാത്ര കഴിഞ്ഞു. അവരുടെ തന്നെ സെയിം പ്രൊജക്റ്റ് ഡ്രഗ്സിനെതിരെയായിട്ടുള്ളൊരു അവയർനെസ് വരുന്നത്. അത് കൊച്ചി കോർപ്പറേഷൻ്റെ പ്രൊഡക്ഷനാണ്. ഇനി വരാൻ പോകുന്നത് ഉള്ള പ്രൊജക്ട് ഡാൻസ്, പിന്നെ ക്യാമ്പുകൾ, അങ്ങനെ ഒക്കെ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു അവാർഡ് അല്ലേ കരസ്ഥമാക്കിയിരിക്കുകയാണ്. വളരെ നല്ലൊരു പ്രൗഢഗംഭീരമായ വേദിയായിരുന്നു. എന്തായാലും മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം രക്ഷകർത്താക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളും ഒപ്പം എല്ലാം യാഥാർത്ഥ്യമാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.